മനുഷ്യന് തിരിഞ്ഞു നോക്കുന്നില്ല. രക്തം ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുക. രാത്രി 2 മണി സമയത്ത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ബാത്റൂമിലേക്ക്, എനിക്ക് ഷുഗർ പ്രശ്നമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം. ഞാൻ ബാത്റൂമിൽ പോയിരിക്കുക. അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ കണ്ടാൽ എനിക്ക് പോയി സ്പർശിക്കാൻ തോന്നില്ല. പക്ഷെ എങ്കിലും ആ അവസ്ഥയിൽ ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പതുക്കെ അയാളുടെ അടുത്ത് ചെന്നു. അയാളുടെ പുറം ഞാൻ തടയി കൊടുക്കുന്നു. എന്നിട്ട് അയാൾ എഴുന്നേപ്പിച്ചു, പിടിച്ചെഴുന്നേപ്പിച്ചു. എനിക്ക് കഴിയുന്ന രീതിയിൽ പിടിച്ചെഴുന്നേപ്പിച്ചു. കൊണ്ടുവന്നിട്ട് ബെഡിൽ ഇരുത്തി. അയാളുടെ ഛർദ്ദിലിന് മരുന്ന് കൊടുക്കാനോ കോയമ്പത്തൂർ ജയില ഛർദ്ദിച്ചാലും ചത്താലും ശരി, എന്റെ കണ്ണുകൊണ്ട് കുറഞ്ഞത് 50 പേരുടെ ശവം ജയിലിലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 50 പേര്. എന്റെ 50 ദീർഘായുസ് എന്നതുകൊണ്ട് എന്റെ മയ്യത്ത് പുറത്തേക്ക് എടുത്തില്ല എന്ന് മാത്രം. 50 പേരുടെ ശവം ഞാൻ കണ്ടിട്ടുണ്ട് കുറഞ്ഞത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരൊറ്റ ആൾക്കും ജയിലിൽ വെച്ച് മരിച്ചു എന്ന് റെക്കോർഡ് ഉണ്ടാവില്ല. രോഗം വർദ്ധിച്ചു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് മരിച്ചു. അസ്രായേൽ അവിടെ വഴിയിലാണ് നിൽക്കുന്നത്. ഉള്ളോട്ട് ഇങ്ങനെയാണ് എല്ലാവർക്കും. അങ്ങനെ 50 പേരോളം അവിടെ മരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന് മരിക്കാനായിരിക്കും ഗതി. എന്തായാലും പുറം തടയി കൊടുത്തു. ഇയാളുടെ അസ്വസ്ഥതയ്ക്കൊക്കെ എന്റെ അടുത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് സൂഫി കൊണ്ടുവന്ന ഒരു ആയുർവേദ മരുന്നുണ്ടായിരുന്നു അൾസറിന് വേണ്ടി. ആകെ അതേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് തോന്നി ഇയാൾക്ക് അൾസർ ഇളകിയതായിരിക്കും, കുടലെന്തോ പ്രശ്നമായിരിക്കും. ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അൾസറിന്റെ 2-3 ഗുളികയും കൊടുത്തു. പഠിച്ചുകൊണ്ടെങ്കിലും അയാളുടെ ഛർദ്ദിൽ നിന്നു. നിന്നതിന് ശേഷം ഞാൻ പതുക്കെ ചോദിച്ചു, എന്താ കുറ്റമൊന്നും, എന്താ നിങ്ങളുടെ പേരിൽ കുറ്റം? ഒന്നുമില്ല, വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു ഏത്തപ്പഴം മോഷ്ടിച്ചു തിന്നു. ഒരു ഏത്തപ്പഴം മോഷ്ടിച്ചു. അടുത്തൊരു കടയിൽ നിന്ന് എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, കടയിൽ പലർക്കും പോയി ചോദിച്ചാൽ ആരും തന്നില്ല. ഒരു കടയിൽ ഒരു ഏത്തപ്പഴം ഞാൻ വിളിച്ചിട്ട് തിന്നുപോയി. അയാൾ എന്നെ പോലീസിൽ കൊടുത്തു. ഇതിനാണ് 6 മാസമായി ഞാൻ ഉള്ളിൽ വന്നിട്ട് ആരും സഹായിക്കാൻ വയ്യ. ശിവസ്വാമി എന്ന് പറയുന്ന ഒരു അഡ്വക്കറ്റിനെ വിളിപ്പിച്ച്, ഞാൻ തന്നെ ജയിലിനെ വിളിപ്പിച്ച് ഇയാൾക്ക് ജാമ്യാപേക്ഷ കൊടുക്കാൻ പറഞ്ഞ അയാൾക്ക് ഫീസും കൊടുത്തിട്ട് പഠിച്ചോണ്ട് അനുഗ്രഹത്താൽ അങ്ങനെ ഒരുപാട് പേര് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം അൻവാറുൽ ഇസ്ലാമിന്റെ ചെയർമാനായി വിടുന്നാലും കഴിയാത്തവണ്ണം ഒരുപാട് ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചമെത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. മക്കളെ, ചെറിയ കാര്യമല്ല, പ്രൗഢി പറയുകയല്ല. പടച്ചോണ്ടുന്ന ആ അനുഗ്രഹം എന്നെ അവിടെ കൊണ്ടുവന്നിട്ടപ്പോൾ അവിടെ എനിക്ക് വേറൊരു വഴി തുറന്നു വന്നു. അവിടെ റബ്ബെനിക്ക് വേറൊരു വഴി തുറന്നു വന്നു. ഹിദായത്തിന്റെ വെളിച്ചം ഒരുപാട് ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത്രയും പറഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുണ്ടീസ് അങ്ങനെ ഒരുപാട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൊച്ചു സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനെയും സഹായിച്ചു. അയാൾ ജയിലിൽ നിന്ന് പുറത്തുപോയി. ഇതെന്റെ ഒരനുഭവം. ഒരു ഏത്തക്ക മോഷ്ടിച്ചു തിന്നതിന്റെ പേരിൽ 6 മാസം ജയിലിൽ കിടന്ന ആളുകളെ ഞാൻ അവിടെ വെച്ച് കണ്ടു. മറ്റൊരാളിനെ ഞാൻ കണ്ടു, സുന്ദരമായ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആൾ. അയാൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാകണമെങ്കിൽ തന്നെ ചെവിയോർത്ത് കേട്ടാലേ പറയുന്നത് മനസ്സിലാകും. അത്ര സുന്ദരമായ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. എന്താ കേസ്? ഒരു ചീറ്റിംഗ് കേസാണ്. ആരെയാ ചീറ്റ് ചെയ്തത്? ഒരു വലിയ ബാങ്കിനെയാണ്. എത്ര രൂപയുടെ ചീറ്റിംഗ് ആണ് നടന്നത്? 300 കോടി രൂപയുടെ ചീറ്റിംഗാണ് നടന്നത്. ആരാ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? CBI ആണ്. എന്നാ ജയിലിൽ വന്നത്? മെനിഞ്ഞാന്നാണ്. 3ാമത്തെ ദിവസം അയാൾ ജയിലിൽ ജാമ്യം കിട്ടി പോകുന്നത് ഞാൻ കണ്ടു. ഏത്തപ്പഴം മോഷ്ടിച്ചിരുന്നവൻ 6 മാസം കിടന്നിട്ട് രക്തം ഛർദ്ദിച്ചിട്ട് ജയിലിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടു. 300 കോടിയുടെ ചീറ്റിംഗ് നടത്തിയ ആളെ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് 3ാമത്തെ ദിവസം CBI അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് 3ാമത്തെ ദിവസം പോകുന്നതും ഞാൻ കണ്ടു. ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സംസ്കാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റി. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. ഇതെല്ലാമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ മനപരിവർത്തനങ്ങൾ ഉണ്ടായി. നിങ്ങൾ പറയുന്നവരെ പ്രചരിപ്പിക്കുന്നത് പോലെ വലിയ മഹാതെറ്റുകൾ പറ്റിപ്പോയിട്ട് മാപ്പ് ചോദിച്ചു എന്നല്ല. ഞാൻ ആരോടൊക്കെ അസ്വസ്ഥജനകമായി പെരുമാറിയിട്ടുണ്ടെന്ന് തോന്നിയോ അവരോടെല്ലാവരോടും ഞാൻ മാപ്പ് ചോദിച്ചു. എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടാകാതിരിക്കാം. പക്ഷേ ഞാൻ കാരണം ആരുടെയൊക്കെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ, അങ്ങനെ ഞാൻ അമിതമായി വേദനകൾ സൃഷ്ടിച്ചിട്ടുള്ള ഓരോരുത്തരോടും ഞാൻ മാപ്പ് ചോദിച്ചു. ആദ്യമായി ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് കത്തെഴുതിയത് എന്റെ വിവാഹ ജീവിതത്തിന്റെ ഒരു ട്രാജഡി ആയിരുന്ന ഒരു വിവാഹമോചനം നടന്നു. ആ വിവാഹമോചനം കാരണമായി പിൽക്കാലത്ത് വേദനിക്കേണ്ടി വന്ന ആ വിവാഹമോചിതയായ സ്ത്രീക്കും അവരുടെ മകളായ എന്റെ പൊന്നുമകൾ ഷമീറായിക്കുമാണ് ഞാൻ ആദ്യമായിട്ട് കത്തെഴുതിയത്. മാപ്പ് ചോദിച്ചുകൊണ്ട് കത്തെഴുതി. ജയിലിൽ പോയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആ കുട്ടി, എന്റെ മകളെ എനിക്ക് തിരിച്ച് ഞാൻ എന്റെ മകളെ കാണാനോ സംസാരിക്കാനോ ഒന്നും ഞാൻ തയ്യാറാകുമായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ദുസ്സാഠ്യത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ടാകാം, പലതരത്തിലുള്ള കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ എങ്കിലും
വിവാഹമോചനം നടന്നു എന്നിരിക്കുമ്പോഴും എന്റെ മകളെ എങ്ങനെങ്കിലും കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. പലപ്പോഴും എന്റെ അഭിനന്ദനായ ഉസ്താദ് അവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മോളെ കാണാറുണ്ടോ, പോകാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എന്റെ ദുശാഠ്യം കാരണം ഞാൻ പോയിട്ടില്ല. പക്ഷേ ജയിലിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ മനപരിവർത്തനത്തിന്റെ പേരിൽ ഞാൻ എന്റെ മോൾക്ക് കത്തെഴുതി, മാപ്പ് ചോദിച്ചുകൊണ്ട് കത്തെഴുതി, എന്റെ പൊന്നുമോളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പലരെ കൊണ്ടും സംസാരിപ്പിച്ചു. അവസാനം എന്റെ മോളെ ജയിലിൽ കൊണ്ടുവന്നു. ഒന്നിലധികം തവണ എന്റെ മകളെ ജയിലിൽ വെച്ച് കാണാനുള്ള അവസരം എനിക്കുണ്ടായി. അപ്പോ എനിക്കുണ്ടായ മനപരിവർത്തനത്തിന്റെ ഒരു ഗുണമാണ് എന്റെ മോളെ എനിക്ക് കിട്ടിയെന്നും കാണാൻ കഴിയാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന അവസരമുണ്ടായി എന്നുള്ളതും ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ വേദന, എന്റെ സംസാരത്തിലൂടോ പ്രവൃത്തിയിലൂടോ വേദന ഉണ്ടായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഞാൻ കത്തെഴുതി. ആ വർഷത്തെ വിശുദ്ധ റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാത്രി ആരംഭിക്കുന്നതിന് മുമ്പ് നിരവധി കത്തുകൾ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ എനിക്കുണ്ടായ എന്റെ സംസാരങ്ങളിലൂടോ പ്രവർത്തികളിലൂടോ ഉണ്ടായ പാളിച്ചകൾ മാപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കത്തെഴുതിയിട്ടുള്ളത്. ഇത്തരം ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കിട്ടിയത് വെച്ചിട്ട് ചിലതൊക്കെ എങ്ങനെ ആഘോഷിക്കാൻ കണ്ടില്ലേ, അതിന് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇതുവരെ നടന്നേക്ക് തെറ്റാണ്, ഇനി നടക്കാൻ പോകുന്നത് മാത്രമാണ് ശരി. അങ്ങനെ പറയുന്നത് ശരിയല്ല. തെറ്റുകൾ ഇപ്പോൾ ഇനിയും ഒരു പക്ഷേ സംഭവിക്കാം. പക്ഷെ പഴയതുപോലെ അമിതമായ അപാകതകൾ പറ്റാതിരിക്കാൻ, അപക്വമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, അപക്വമായ രീതിയിൽ എന്റെ സംസാരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ഒരു പക്ഷേ എന്റെയോ എന്റെ സമൂഹത്തിന്റെയോ എന്റെ സമുദായത്തിന്റെയോ പ്രശ്നം പറയുമ്പോൾ ആ പ്രശ്നം മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ, ഒരു ചെറിയ തോതിൽ പോലും വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തിരുവനന്തപുരത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, അസത്യത്തെ മാറ്റാൻ സത്യത്തിന്റെ പ്രകാശം മതി, ഇരുളിനെ മാറ്റാൻ ആ ഇരുളിനെ സത്യത്തിന്റെ പ്രകാശം കൊണ്ട് തന്നെ തുടച്ചു മാറ്റാം. ഏത് കൂരിരുളായാലും ഇരുളിനെ മാറ്റാൻ വേണ്ടി ഇരുളിൽ വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ എത്ര വെട്ടിയാലും ഇരുള് മാറില്ല. പക്ഷെ ഒരു ലൈറ്റ് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെളിച്ചം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയാൽ ആ വെളിച്ചം കത്തിക്കലാണ് ഇനിയത്തെ പരിപാടി എന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് ജയിലിൽ എന്ന് പറഞ്ഞത്. വെളിച്ചം കത്തിച്ചു കൊടുക്കും. ആർക്കൊക്കെ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ കുറെ കാലങ്ങളായി ഞാൻ പൊതുപ്രവർത്തനവുമായി ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പാളിച്ചകളോ അപാകതകളോ ഒക്കെ പറ്റിയിട്ടും എന്നെ താങ്ങി നിർത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മൊത്തവും സംസ്കാര സമ്പന്നരായ വിശുദ്ധ ഇസ്ലാമിന്റെ പരിപൂർണമായ ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരന്മാരെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം ഞാൻ നടത്തും ഇൻഷാ അല്ലാഹ്. ഒരു പൂർണ്ണ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം, നമസ്കരിക്കുന്ന മുസ്ലിം, തഖ്വയുള്ള മുസ്ലിം, പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന മുസ്ലിം, പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന മുസ്ലിം, അങ്ങനെ ഓരോ മുസ്ലിമും മുസ്ലിമാകുമ്പോൾ അവൻ ഒരുപാട് ബാധ്യതകളുണ്ട്. മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല അവന്റെ ബാധ്യത, രാജ്യത്തെ മുഴുവൻ പീഡിതരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുപോലെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവർത്തിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിളവിക്ക് അവരുടെ ഭാരം തലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരം വെച്ചുകൊണ്ട് അവന് ബുദ്ധിമുട്ടി കഴിയുമ്പോൾ ആ ഭാരമെടുത്ത് തലയിൽ വെച്ച് കൊണ്ടുകൊടുത്ത് തന്നെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ആ സ്ത്രീയുടെ മുന്നിൽ ആ വീട്ടിൽ കൊണ്ടുപോയി ഭാരം ഇറക്കി വെച്ചു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പോലും പ്രവാചകൻ സേവനം നടത്തിയെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുകയും തെറി പറയുകയും ഒന്നും ചെയ്യാതെ നമ്മുടെ തണല് കിട്ടണമെന്ന് ആശ്രയിക്കുന്ന എത്രയോ മർദ്ദിതരാണ് ഈ രാജ്യത്തുള്ളത്. വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി അദ്ദാലിമി അഹ്ലുഹാ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടാത്തത്? ആർക്ക് വേണ്ടി? മുസ്തദഅഫീങ്ങളായ, അടിച്ചമർത്തപ്പെട്ടവരായ, പീഡിപ്പിക്കപ്പെട്ടവരായ, മർദ്ദിതരായ, പീഡിതരായ, ജീവിതമാർഗമില്ലാതെ കഷ്ടപ്പെടുന്നവരായ, ബുദ്ധിമുട്ടുന്നവരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ മുസ്ലിങ്ങളെ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത്? ഈ വിശുദ്ധ ഖുർആന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. ഈ രാജ്യത്തെ മുഴുവൻ കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങളെയും ജാതിയും മതവും നോക്കാതെ മുഴുവൻ കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് നമുക്ക് പരിശ്രമിക്കാൻ കഴിയണം. എന്തേ അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാറുണ്ടോ?